ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഡെലിവറിക്ക് പോകുമ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ശരിക്കും ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഫോണിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഗ്നൻസിയുടെ ടൈമിൽ ഒരു 8 മന്ത് ആകുമ്പോഴത്തേക്കും എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഒരു 9 മന്ത് ആകുമ്പോഴത്തേക്കും ബാഗ് റെഡിയാക്കി വെക്കാം കേട്ടോ. ആദ്യം തന്നെ ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് വേറൊരു ബാഗിലാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് പാമ്പേഴ്സിൻ്റെ ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ സ്റ്റിക്കർ ടൈപ്പാണ്, നമുക്ക് ബേബിയുടെ സൈസ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഹോസ്പിറ്റലിലാകുമ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഡയപ്പർ അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബേബിക്ക് റാപ്പിംഗ് ടവലല്ലേ, അത് ഒരു 3-4 ടവൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഹുഡിയുള്ള ടൈപ്പും പിന്നെ 2 എണ്ണം ഹുഡി ഇല്ലാത്ത ടൈപ്പ്, അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും ബേബിയുടെ ക്ലോത്ത്സ് അല്ലെങ്കിൽ ടർക്കിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് നല്ലപോലെ അയൺ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ശരിക്കും ഈ ഒരു ടർക്കി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ബേബി കംഫർട്ട് തോന്നുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ ഒരു കിറ്റിലുണ്ടല്ലോ ചെറിയ ടവലാണ് കേട്ടോ. ഇതെന്തെങ്കിലും യൂസ് വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ക്യാപ്പ്, മിറ്റൻ, സോക്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2 പെയർ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡെലിവറിക്ക് പോയപ്പോൾ ഇതൊക്കെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ ബേബിയുടെ കയ്യിലും കാലിലൊക്കെ സോക്സും മിറ്റണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്പ് വയ്ക്കുമ്പോൾ ചെവിയും കൂടെ കവർ ചെയ്ത് വെക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജാബ്ലാസ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ടൈപ്പും പിന്നെ ഇങ്ങനെ മുകളിൽ കെട്ടി വരുന്ന ടൈപ്പുള്ള കുറച്ച് ജാബ്ലാസാണ്. അത് ഒരു 5-6 ജോഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വൺസീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ബോഡി ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ 2 എണ്ണം ഹുഡി വരുന്ന ടൈപ്പുള്ള വൺസീസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പാക്കറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മദർ സ്പർശിൻ്റെ വൈപ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ബേബിയുടെ ബാഗിൽ വരുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു സിപ്പ് ലോക്ക് കവറിൽ ഒരു റിസീവിങ് ടവലും പിന്നെ ഒരു ചെറിയ ഹാൻഡ് ടവൽ പിന്നെ എന്താണ് ഒരു ജാബ്ല വെക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ടൈപ്പ് ഒരു ജാബ്ല വെക്കുന്നുണ്ട്. പിന്നെ ഒരു മിറ്റൻ, സോക്സ്, ക്യാപ്പ് ഒരു പെയർ, പിന്നെ ഒരു ഡയപ്പർ ആക്കിയിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റൽ ബേസിൽ ഇപ്പോൾ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോഴത്തേക്കും റിസീവിങ് ടവലൊക്കെ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബാഗിൽ മുകളിലിരിക്കുന്ന ഒരു ബാഗിലാക്കിയിട്ടാണ് ബേബിയുടെ ഐറ്റംസ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കവറിലാക്കിയിട്ട് ഈ ഒരു ബാഗിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ എളുപ്പമല്ലേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി മദറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് കൊണ്ടുപോകുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത് വെക്കേണ്ടത് നമ്മുടെ റിപ്പോർട്ട്സ് ആണ് കേട്ടോ. സ്കാനിങ് റിപ്പോർട്ട്, മുൻപ് സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം ആ ഒരു ഫോൾഡറിലാക്കിയിട്ട് അത് ആദ്യം എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ID കാർഡ് എടുത്ത് വെക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഒരു മാക്സിയും ഇന്നർ വെയറും, അതായത് ഫീഡിങ് ടൈപ്പ് ബ്രൈസറും ഒരു പാൻറ്റീസും ഒരു മെറ്റേണിറ്റി പാഡും ഒരു ഷോളും കൂടെ ആക്കിയിട്ട് ഒരു കവറിൽ ബാഗിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രസ്സ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ എളുപ്പത്തിനാണ് കവറിലാക്കി ബാഗിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നത്. പിന്നെ ബാത്ത് ടവൽ എടുത്ത് വെക്കുന്നുണ്ട്, ഒരു 3-4 എണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു 4 മാക്സിയും ഇന്നർ വെയറും ഷോളും ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ടോപ്പും ബേബിക്ക് ഒരു ജാബിളയും കൂടി എടുത്ത് വേറൊരു കവറിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ മുണ്ടിൽ 2 മുണ്ട് വൈറ്റ് കളറിലെ മുണ്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, എന്നാലും വെറുതെ വെക്കുന്നുണ്ട്. പിന്നെ ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി പാഡാണ് ഞാനൊരു പാക്കറ്റ് മേടിച്ചിട്ടുള്ളത്. 5 എണ്ണം വരുന്ന ഒരു പാക്കറ്റാണ്. പിന്നെ ഈ ഒരു പൗച്ചിൻ്റെ അകത്ത് സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കുഞ്ഞു കുപ്പി, പിന്നെ ഹെയർ ബുഷസ് ഇല്ലേ അത്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ ബേബിയുടെ ഡ്രസ്സും പിന്നെ റാപ്പിംഗ് ടവലൊക്കെ ഇങ്ങനത്തെ ഒരു കവറിൽ ആക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫോൺ, ചാർജർ, പ്ലേറ്റ്, സ്പൂൺ, ഗ്ലാസ് അതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ സെപ്പറേറ്റ് ഒരു ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.